ക്രിക്കറ്റ് തലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. IPL ഇന്നലെ RCB എംഐയും തമ്മിലെ മത്സരത്തിൽ RCB എംഐനെ പരാജയപ്പെടുത്തി. ഒരു കിടിലൻ മത്സരമായിരുന്നു. വാങ്കഡെ സ്റ്റേഡിയത്തിൽ ടോസ് കിട്ടിയിട്ട് മുംബൈ നായകൻ RCB ബാറ്റിംഗ് അയച്ചു. അവർ 240 റൺസിലേക്ക് എത്തുകയുണ്ടായി. നമുക്ക് ഈ മത്സരത്തിൽ വിശദമായിട്ടൊന്ന് സമഗ്രമായി വിശകലിക്കാം. മത്സരത്തിലേക്ക് വന്നാൽ വാങ്കഡെ സ്റ്റേഡിയത്തിൽ റൺസ് ഒഴുകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ടോസ് കിട്ടിയ മുംബൈ നായകൻ ഹാർദിക് പാണ്ഡ്യ ബാംഗ്ലൂരുവിനെ ബാറ്റിംഗിന് പറഞ്ഞേക്കുന്നു. ബാംഗ്ലൂരുവിൽ നിശ്ചിത 20 ഓവറിൽ 250 റൺസ് അടിക്കുന്നു. അവർ മികച്ച രീതിയിലല്ലേ തുടങ്ങിയത്. ഫിൽസാൾട്ടും വിരാട് കോഹ്ലിയും കൂടി ചേർന്ന് മികച്ച കൂട്ടുകെട്ട്. യഥാർത്ഥത്തിൽ അവര് 11ാമത്തെ ഓവറിലാണ് വിക്കറ്റ് പോകുന്നത്. അപ്പത്തേക്ക് 120 റൺസിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. ഫിൽസാൾട്ടിന്റെ താണ്ഡവമാടൽ 36 പന്തിൽ 78 റൺസാണ് സാൾട്ട് അടിച്ചത്. 6 6 6 4. അദ്ദേഹം മിച്ചൽ സാന്റ്നർ ഓവറിൽ 22 അടിക്കുന്നുണ്ട്. താക്കൂറിനെ കൊടുക്കുന്നുണ്ട്. മാർക്കണ്ടേക്ക് എല്ലാവർക്കും അദ്ദേഹം അടിക്കുന്നത് കണ്ടില്ലേ. അങ്ങനെ ഫിൽസാൾട്ട് മികച്ച രീതിയിൽ ഫിൽസാൾട്ട് കളിച്ചു പോകുന്നു. മാർക്കണ്ടേക്കല്ല, താക്കൂറിനും ബോൾട്ടിനും നമ്മുടെ സാന്റ്നറിനും അടിക്കുന്ന കാഴ്ച കണ്ടില്ലേ. അങ്ങനെ മികച്ച രീതിയിൽ ഫിൽസാൾട്ട് കളിച്ചു പോകുമ്പോൾ ഫിൽസാൾട്ടിന് വിക്കറ്റ് പോകുന്നു. താക്കൂർ പറഞ്ഞേക്കുന്നു 1 ഡൗൺ ആയിട്ട് രജത് പട്ടിഡാർ വരുന്നു. പട്ടിഡാർ വന്നിട്ട് എന്താണ് ചെയ്യുന്നത്? അദ്ദേഹം വന്നപ്പം തൊട്ട് ചാനടിക്കുകയാണ്. മാർക്കണ്ടേന്റെ ഒരു ഓവർ അടിച്ച് അടിയുണ്ടല്ലോ, നിങ്ങളത് കണ്ടിട്ടില്ലേ. 3 സിക്സറുകളും 1 ബൗണ്ടറികളാണ് മാർക്കണ്ടേക്ക് കൊടുത്തത്. ഒരു മികച്ച ഷോട്ടുകളൊക്കെ അദ്ദേഹം നയിക്കുന്നുണ്ട്. 20 പന്തിൽ 53 റൺസ്, 4 4ഉം 5 സിക്സറുകളും രജത് പട്ടിഡാറിന്റെ ബാറ്റിൽ നിന്നാണ്. മറുഭാഗത്ത് വിരാട് കോഹ്ലി അവിടെ ഉണ്ടായിരുന്നു. വിരാട് കോഹ്ലി നല്ല ആങ്കർ റോൾ ചെയ്ത് കളിക്കുന്നു. അദ്ദേഹം 38 ബോളിൽ 50 റൺസാണ് അടിക്കുന്നത്. അദ്ദേഹത്തിന് കാര്യമായിട്ട് 50 അടിച്ചത് ശരിയാണ്, പക്ഷെ കാര്യമായിട്ട് വലിയ സ്കോറിംഗ് വേഗത കൂട്ടാൻ വിരാട് കോഹ്ലിക്ക് ഇന്നലെ കഴിഞ്ഞിട്ടില്ല. പിന്നെ ടിം ഡേവിഡ് 16 പന്തിൽ 34 റൺസ്. യഥാർത്ഥത്തിൽ 250 റൺസ് എന്ന് പറഞ്ഞാൽ ഇപ്പോ അവർ ഒരു ഘട്ടത്തിൽ അവർ 270 പോകേണ്ട ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ലാസ്റ്റ് ആവുമ്പോൾ കളി സ്ലോ ആയി പോയി. മികച്ച രീതിയിൽ തന്നെ അവസാനം ബുംറയും പാണ്ഡ്യയും ഒക്കെ പന്തെറിയുന്ന കാഴ്ച നമ്മൾ കണ്ടു. ടിം ഡേവിഡിന്റെ കാര്യം, ടിം ഡേവിഡ് അടിച്ചത് ഇന്നലെ 16 പന്തിൽ 34 റൺസ്. അദ്ദേഹം അവസാനത്തെ ഓവറിലും അതിന് 30 ഓവറിൽ 2 6 ഒക്കെ അടിക്കുന്നുണ്ട്. അങ്ങനെ റൺസ് എത്തി. പിന്നെ ജിതേഷ് ശർമ്മ 9 ബോളിൽ 10, റൊമാരിയോ ഷെപ്പേർഡ് 2 ബോളിൽ 2 റൺസ്. ഇങ്ങനെയാണ് കളിച്ചത്. അപ്പൊ 250 റൺസ് വരുമ്പോ വാങ്കഡെ സ്റ്റേഡിയത്തിൽ ചേസബിൾ ആണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് പറയുക, മുംബൈ ബാറ്റേഴ്സ് അങ്ങനെ കളിച്ചിനോ, ചേസ് ചെയ്യാൻ വേണ്ടി അവര് കൃത്യമായി തുനിഞ്ഞിറങ്ങിയ സംശയങ്ങളുണ്ട്. കാരണം ഇപ്പോ നമ്മുടെ മുംബൈയുടെ ബോളിംഗിലേക്ക് ബോൾട്ട് 4 ഓവറിൽ 50, പാണ്ഡ്യ 4 ഓവറിൽ 39, ബുംറ 4 ഓവറിൽ 35, മിച്ചൽ സാന്റ്നർ 4 ഓവറിൽ 43, മാർക്കണ്ട് 2 ഓവറിൽ 40, താക്കൂർ 2 ഓവറിൽ 32. ബോൾട്ടിനും പാണ്ഡ്യക്കും സാന്റ്നറും താക്കൂറിനും ഓരോ വിക്കറ്റ് വീതം ഉണ്ട്. അങ്ങനെ 4 വിക്കറ്റ്. മറുപടി ബാറ്റിംഗിൽ എന്താണ് സംഭവിച്ചത്? മറുപടി ബാറ്റിംഗിൽ ഇപ്പോ 241 റൺസ് ചേസ് ചെയ്യേണ്ട ടീമാണ്. റിക്കിൾട്ടനും രോഹിത് ശർമ്മയും കൂടി ഓപ്പൺ ചെയ്യുന്നു. പക്ഷെ അവർക്ക് കൃത്യമായിട്ട് കാര്യമായിട്ടൊന്നും തുടക്കത്തിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. റിക്കിൾട്ടൻ ശരിയെടുക്കും 3 6 3 ബൗണ്ടറിയും അടക്കം 22 പന്തിൽ 37 റൺസ് റിക്കിൾട്ടൻ അടിച്ചിട്ടുണ്ട് എന്ന കാര്യം മറക്കുന്നില്ല. എന്നാൽ പോലും റിക്കിൾട്ടനെ പറഞ്ഞു വിടുന്നത് സുരേഷ് ശർമ്മയാണ്. പിന്നെ രോഹിത് ശർമ്മ റിട്ടയർഡ് ഇട്ടാവുന്നു. അങ്ങനെ അവര് യഥാർത്ഥത്തിൽ 57 റൺസ് എത്തുമ്പോഴാണ് റിട്ടയർഡ് ഇട്ടാവുന്നത്. രോഹിത് ശർമ്മ അദ്ദേഹത്തിന് മസിൽ പെയിൻ ആണെന്നാണ് പറയുന്നത് കേൾക്കുന്നത്. പിന്നെ 1 ഡൗൺ ആയിട്ട് സൂര്യകുമാർ ഇറങ്ങുന്നു. സൂര്യകുമാർ ഇന്നലെ ശരിക്കും യഥാർത്ഥത്തിൽ 5 ബൗണ്ടറി അടിച്ചു, പക്ഷെ കാര്യമായിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അവരുടെ കൃണാൽ പാണ്ഡ്യയുടെ കാര്യം എടുത്തു പറഞ്ഞു. അദ്ദേഹം തിയറി ബൗൺസറുമായി യഥാർത്ഥത്തിൽ ഒപ്പോണന്റിനെ പേടിപ്പിച്ചു എന്ന് തന്നെ പറയണം. അത്രയും കിടിലൻ ബൗൺസറുകൾ. ഒരു ഓവറിൽ സ്പിന്നർ 2 ബൗൺസർ വെച്ച് അദ്ദേഹം എറിയുന്നുണ്ട്. പിന്നെ കൃത്യമായ എല്ലാവരും ലെങ്ത് റൗണ്ട് ആമും ഒക്കെ കൊണ്ട് അദ്ദേഹം യഥാർത്ഥത്തിൽ ബാറ്റ്സ്മാൻമാരെ ബുദ്ധിമുട്ടിച്ചു. കൃണാൽ പാണ്ഡ്യയുടെ മുമ്പിലാണ് യഥാർത്ഥത്തിൽ മുംബൈ തോൽക്കാൻ തന്നെ കാരണമെന്നാണ് നമ്മുടെ അഭിപ്രായം. പിന്നെ തിലകവർമ്മ അദ്ദേഹം എന്താണ് കാണിക്കുന്നത് എന്നും മനസ്സിലാവുന്നില്ല. അദ്ദേഹം ഈ സീസൺ ഫുൾ ഫോം ഔട്ടാണ്. 3 പന്തിൽ 1 റൺസാണ് തിലകവർമ്മ എടുക്കുന്നത്. അദ്ദേഹത്തിനും സുയാഷ് ശർമ്മയാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ ടോപ്പ് ഓർഡറിലെ 3 ബാറ്റ്സ്മാൻമാരെ അവരുടെ സ്പിന്നേഴ്സ് ആണ് കൂട്ടുന്നത്. എവിടെക്കളി വാങ്കഡെ പിച്ചിലാണ് സ്പിന്നർ ഇങ്ങനെ ഇമ്പാക്ട് ഉണ്ടാക്കുന്നത്. പിന്നെ ഹാർദിക് പാണ്ഡ്യ അദ്ദേഹം വന്നിട്ട് ഒരുപാട് അടിക്കാൻ വെക്കാൻ നോക്കും. പക്ഷെ ചില ഷോട്ടുകൾ കണ്ടവർക്ക് ചില ഷോട്ടുകൾ അദ്ദേഹത്തിന് കൃത്യമായ ടൈമിംഗ് കിട്ടുന്നില്ല. പിന്നെ ആ സമയത്ത് കൃണാൽ പാണ്ഡ്യയുടെ സ്പെല്ല് നമ്മൾ പറഞ്ഞാലോ, മീഡിയം ഓവേഴ്സിൽ അദ്ദേഹം മികച്ച രീതിയിൽ അദ്ദേഹത്തിന് 4 ഓവറിൽ 25 റൺസ് മാത്രമേ പോയിട്ടുള്ളൂ. അവിടെയൊക്കെയാണ് പരാജയപ്പെടാൻ കാരണം. ഹാർദിക് പാണ്ഡ്യയുടെ വിക്കറ്റ് എടുക്കുന്നത് യഥാർത്ഥത്തിൽ ജേക്കബ് ടിസൺ ഷെപ്പേർഡ് കുറിച്ച് പുറത്താകുന്നു. ഷെർഫേൻ റുദർഫോർഡ് വരുന്നു. ഇമ്പാക്ട് ആയിട്ടാണ് വരുന്നത്. റുദർഫോർഡ് 31 ബോളിൽ 71. അദ്ദേഹം അവസാനം ക്യാൻ എടുക്കുന്നുണ്ട്. അവസാനത്തെ 2 ഓവറിൽ വിജയിക്കാൻ 10-50 റൺസ് ഉണ്ടാകും. അദ്ദേഹമാണ് 10-35 റൺസ് എടുക്കുന്നത്. അദ്ദേഹം അടിച്ചതും പൊട്ടിക്കുന്നുണ്ട് എന്ന കാര്യം മറക്കുന്നില്ല.
പക്ഷെ അദ്ദേഹത്തിന് കൂട്ടുകൊടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നാണ് വാസ്തവം. ഒരു പ്ലെയർ കുറച്ചുകൂടി കൂട്ടുകൊടുക്കാൻ മുമ്പ് ഒരു പക്ഷേ മിഡിൽ ഓവേഴ്സിൽ ഒന്നുകൂടി ഒരല്പം കൂടി അഗ്രസീവ് ഇന്റൻഷൻ കാണിക്കേണ്ടതായിരുന്നു. ഒരല്പം കൂടി അഗ്രസീവ് ഇന്റൻഷൻ മുമ്പേ കാണിക്കണമെന്നായിരുന്നു നമ്മുടെ അഭിപ്രായം. അവർ കൃത്യമായിട്ട് സ്പിന്നേഴ്സിനെ ടാർഗറ്റ് ചെയ്തിട്ടില്ല. അവിടെയാണ് പരാജയപ്പെടാനുള്ള കാരണം വന്നത്. പിന്നെ നവാൻ പേര് 3 ബോളിൽ 2 ബോൾ 1 റൺസ്, മിച്ചൽ സെന്നർ 6 ബോളിട്ട് ഇങ്ങനെയാണ് അവരുടെ ഇന്നിങ്സ് അവസാനിക്കുന്നത്. ഇതിലിപ്പോ വിൽജാക്സ് ഒക്കെ വരാണ്ടുന്ന കാര്യം മറക്കുന്നില്ല, ഡീകോക്ക് പുറത്തുണ്ടെന്ന കാര്യം കൂടി മറക്കുന്നില്ല. പക്ഷേ ഇവരൊക്കെ ഫോം ആവേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ഇപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞത് മിഡിൽ ഓവേഴ്സിലെ റൺസ് ഒരു പ്രശ്നമായി. സുയാഷ് ശർമ്മയും നമ്മുടെ കൃണാൽ പാണ്ഡെ വേണ്ട വിധത്തിലേക്കില്ല. സുയാഷ് ശർമ്മ ഇപ്പൊ 4 ഓവർ 47 കൊടുത്തിനെന്ന കാര്യം മറക്കുന്നില്ല. പക്ഷേ കൃണാൽ പാണ്ഡെക്ക് 4 ഓവർ 26 റൺസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. റാസിഖ് സലാം 2-5 23 റൺസ്. ഇവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ വന്നത്. ഭുവനേശ്വർ 4 ഓവർ 38, ജേക്കബ് ബസി യഥാർത്ഥത്തിൽ പരാജയപ്പെട്ട് 4 ഓവർ 58. അദ്ദേഹത്തിന് മാത്രമാണ് ടാർഗറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. രോമാരെ ഷെപ്പർഡ് 1 ഓവർ 28 അത് നമുക്കറിയാം. അവസാനത്തെ ഓവറുകളിൽ 27 റൺസ് എടുത്തു. നമ്മുടെ റുദർഫോർഡിൽ 25 റൺസ് അടിക്കുന്ന കാഴ്ച കണ്ടു. 3 6ഉം 2 4 ഒക്കെ അടിക്കുന്ന കണ്ടില്ലേ. അങ്ങനെ മുംബൈ യഥാർത്ഥ 20 റൺസിന് പരാജയപ്പെട്ടു പോയി. പിന്നെ മുംബൈയുടെ ഒരു കാര്യത്തിലേക്ക് വന്നാലിപ്പോ ഹാർദിക് പാണ്ഡ്യ പറയുന്നുണ്ട്. ഹാർദിക് പാണ്ഡ്യനെ തുറന്ന് സമ്മതിക്കുന്ന കാര്യം എന്താണെന്ന് അറിയോ? സത്യത്തിൽ നമ്മുടെ യഥാർത്ഥത്തിൽ മിഡിൽ ഓവേഴ്സിൽ കുറച്ച് ഇതായിപ്പോയി. മിഡിൽ ഓവേഴ്സിൽ നമുക്ക് കൃത്യമായി അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വിക്കറ്റുകൾ നഷ്ടപ്പെടുന്ന കാഴ്ചയും കണ്ടു. ആണ് പ്രശ്നം പറ്റിയതെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് തന്നെയാണ് ലാസ്റ്റത്തെ 2 കപ്പിൾ ഓഫ് ഗെയിംസ് ആയിട്ട് പറ്റുന്ന കാഴ്ച. പിന്നെ ബൗളിംഗിൽ നമുക്ക് അല്പം കൂടി ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ബൗളേഴ്സ് ഒരു അല്പം കൂടി ശ്രദ്ധയോടുകൂടി കളിക്കണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ കൃണാൽ പാണ്ഡ്യയുടെ കാര്യം, അദ്ദേഹം ഏരിയ വല്ലായിട്ട് ബോൾ ചെയ്തെന്നും കൂടി അദ്ദേഹം പറയുന്നുണ്ട്. റുദർഫോർഡ് ആവട്ടെ, അദ്ദേഹം മികച്ച രീതിയിൽ കളിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരല്പം കൂടി കോൺഫിഡൻസ് കൊടുക്കണം. നമ്മൾ അവരാളെങ്കിലും അവിടെ ഗ്രീസിൽ ഉണ്ടാവണമെന്ന് കൂടി മുംബൈ നായകൻ ഹാർദിക് പാണ്ഡ്യ പറയുമ്പോൾ രജത് പട്ടിഡാർ പറയുന്ന കാഴ്ച എന്താണെന്ന് അറിയോ? ഇതൊരു അമേസിംഗ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു. മുംബൈയിൽ സ്റ്റേഡിയത്തിൽ വാങ്കഡെ സ്റ്റേഡിയത്തിൽ പോയി മുംബൈ തോപ്പിക്കുന്നത് അമേസിംഗ് അറ്റ്മോസ്ഫിയർ തന്നെയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ടീമിൽ സാൾട്ടും വിരാട് ഭായും കൂടി സ്റ്റാർട്ട് ചെയ്യുന്ന തുടക്കങ്ങളും അദ്ദേഹം പറയുന്നുണ്ട്. മികച്ച രീതിയിലാണ് 2 പേരും കളിച്ചത്. പിന്നെ എന്റെ കാര്യത്തിലേക്ക് വന്ന ഞാൻ സ്പിന്നേഴ്സിനെ എനിക്ക് വല്ലാണ്ട് ഇഷ്ടമാണ് കളിക്കുക. അതുകൊണ്ട് മാർക്കണ്ഡേ ഞാൻ ആദ്യമേ പ്ലാൻ ചെയ്ത് അടിച്ചതാണെന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ പ്ലെയർ ഓഫ് ദി മാച്ച് ഫിൽസാൾട്ടിനെ കൊടുക്കുന്നത്. ഫിൽസാൾട്ട് പറയുന്നു ഞാൻ വളരെ ഹാപ്പിയാണ് ഇങ്ങനെ കളിക്കാൻ പറ്റിയതിൽ എന്നും അദ്ദേഹം കൂടി ചേർക്കുമ്പോൾ മുംബൈയുടെ കൃണാൽ പാണ്ഡ്യയുടെ കാര്യം കൂടി ഭുവനേശ്വർ പറയുന്നത് തരുന്നതോ യഥാർത്ഥത്തിൽ എന്നെക്കാട്ടിയും ബൗൺസർ ഇന്നലെ കൃണാൽ പാണ്ഡ്യ ഇറങ്ങിയതാണെന്ന് തോന്നുന്നതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ ബൗൺസറിന്റെ മുമ്പിലാണ് യഥാർത്ഥത്തിൽ മുംബൈ വീണ് പോയത് എന്ന കാര്യമാണ് നമ്മുടെ അഭിപ്രായം. കൃണാൽ ഇപ്പൊ നമ്മുടെ പിന്നെ റാസിഖ് സലാമിനെ എടുത്ത് പറഞ്ഞ അദ്ദേഹവും മികച്ച രീതിയിൽ കളിച്ചിട്ടുണ്ട്. മുംബൈയുടെ കാര്യത്തിൽ ഒരുപാട് സംശയങ്ങൾ ഇപ്പോൾ ഉണ്ട്. ഏതായാലും മുംബൈ തിരിച്ചു വരുന്ന പ്രതീക്ഷയിലാണ് അവരുടെ ആരാധകരുള്ളത്. അപ്പോൾ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വീഡിയോസുമായി നമ്മൾ വീണ്ടും എത്തുന്നതായിരിക്കും.